സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 1 തന്നെ ബൈൻഡിങ് ഓഫ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്ലൈഡ് ഷോയിലാക്കാതെ. ഓക്കെ, ബൈൻഡിങ് ഓഫ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, വാട്ട് ഈസ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്? So simply define ചെയ്ത it is a collection of all the names that are visible in the statement. Okay, collection of all the names that are visible in the statement. ഇനി ഒരു അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര നെയിംസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു എത്ര നെയിംസ് ഓർ വേരിയബിൾസ് ഓബ്ജക്ട്സ് ഉണ്ടോ ദാറ്റ് ആർ വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ആർ ഇൻ സ്കോപ്പ്, ദാറ്റ് ആർ ഇൻ ആക്റ്റീവ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആക്റ്റീവായിട്ടുള്ള ബൈൻഡിങ്സ് എത്ര എണ്ണമുണ്ട്, ടോട്ടൽ അതിൻ്റെ കളക്ഷൻ, അതാണ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്, RE എന്നും പറയും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജസ് ഇറ്റ് ഈസ് ദ ലോക്കൽ വേരിയബിൾ പ്ലസ്, അപ്പോൾ ലോക്കൽ വേരിയബിൾസ് കാണും പ്ലസ് ഓൾ ദ വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ഓഫ് ദ എൻക്ലോസിങ് സ്കോപ്സ്. അതാണ് സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജസിൽ റെഫറൻസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഡൈനാമിക് സ്കോപ്പ് ലാംഗ്വേജിലാണെങ്കിലോ ദ റെഫറൻസിങ് എൻവയോൺമെൻറ്റ് ഇസ് ദ ലോക്കൽ വേരിയബിൾ പ്ലസ് ഓൾ ദ വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ആക്റ്റീവ് സബ് പ്രോഗ്രാംസ്. വ്യത്യാസം കണ്ടോ? ഡൈനാമിക്കിലാണെങ്കിൽ ലോക്കൽ വേരിയബിൾസ് എന്തായാലും ഉണ്ട്, അതിൻ്റെ കൂടെ വരുന്ന എന്താണ്? ആക്റ്റീവ് സബ് പ്രോഗ്രാംസിൽ വിസിബിൾ ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ബൈൻഡിങ്സ്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് സ്കോപ്പിലാണെങ്കിൽ ലോക്കൽ വേരിയബിൾസിൻ്റെ കൂടെ അതിൻ്റെ അതായത് എൻക്ലോസിങ് സ്കോപ്പിലുള്ള വിസിബിൾ ആയിട്ടുള്ള വേരിയബിൾസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടോ? ഇതിനകത്ത് ഒരു ഡൈനാമിക് സ്കോപ്പിംഗ് ലാംഗ്വേജ്, ഡൈനാമിക് സ്കോപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ കറസ്പോണ്ടിങ് ടു ആ പോയിൻറ്റ് 1, ആ റൈറ്റ് സൈഡിൽ നോക്കിയ പോയിൻറ്റ് 1 ഉണ്ട്. അതിനകത്ത് ഇഫ് യു ആർ ഫോളോയിങ് ഡൈനാമിക് സ്കോപ്പ് ലാംഗ്വേജ് ദെൻ എന്തായിരിക്കും റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ഏതൊക്കെ വേരിയബിൾസ് വരും? ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ വേരിയബിൾസ് ഏതൊക്കെ വരും? അപ്പോൾ പോയിൻറ്റ് 1 നിങ്ങൾ നോക്കിക്കേ, ഡൈനാമിക് സ്കോപ്പാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ലോക്കൽ വേരിയബിൾസ് എന്തായാലും ഉണ്ട്. അപ്പോൾ എയും ബിയും ഉണ്ട്. ഓഫ് സബ് 1, ഇന്നത്തെ സബ് 1 ആണല്ലോ. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്? എല്ലാ ആക്റ്റീവ് വേരിയബിൾസിൽ. അപ്പോൾ സബ് 2 സി, മെയിനിൽ ഡി, അതായത് ABCD അല്ലേ? പോയിൻറ്റ് 2 എത്തുമ്പോഴോ ആ സബ് 2 ഇതായിട്ട് വരുന്ന ലോക്കലായിട്ട് വരുന്ന ബിയും സിയും ഉണ്ട്. ദെൻ ഡി, ഇപ്പോൾ BCD. ദെൻ മെയിനിലോട്ട് വരുമ്പോഴോ അതായത് തേർഡ് പോയിന്റിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് ദ റെഫറൻസിങ് എൻവയോൺമെൻറ്റ്? സിയും ഡിയും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഓൾ ദ വിസിബിൾ കളക്ഷൻ ഓഫ് ഓൾ ദ വിസിബിൾ വേരിയബിൾസ് ഇൻ എ പ്രോഗ്രാം, അതാണ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജ് എടുത്തു. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെയുണ്ട് പോയിൻറ്റ് 1, 2, 3, 4. ഈ 1 ഏതൊക്കെയായിരിക്കും റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? വി വിൽ ഹാവിങ് അപ്പം ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, പിന്നെ എല്ലാം അതായത് എൻക്ലോസിങ് സ്കോപ്പിൽ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എക്സും വൈയും എയും ബിയും. ഇനി 2 വന്നു. അപ്പോൾ ആരായിരിക്കും? എക്സ്, സബ് 3യുടെ എക്സും പിന്നെ ഏതാ? എയും ബിയും. ബിക്കോസ് മറ്റേ സബ് 2ൻ്റെ ഉള്ളിൽ എക്സ് ഇവിടെ ഹിഡൻ ആണ്. ഇനി തേർഡ് പോയിന്റ് വരുമ്പോൾ സബ് 2ൻ്റെ എക്സും എയും ബിയും. താഴെ ഏറ്റവും താഴെ അതായത് പ്രൊസീജിയർ എക്സാമ്പിൾ തീരുന്നു, അയൻ പോർഷനിലെത്തുമ്പോൾ അതാണ് ഫോർത്ത് പോയിന്റ്. അപ്പോൾ അവിടെ എയും ബിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് വിസിബിൾ വേരിയബിൾസ്, ദാറ്റ് ഈസ് അവർ റെഫറൻസ് എൻവയോൺമെൻറ്റ്. ഇനി ഡീപ്പ് ബൈൻഡിങ്ങിൽ വരുന്നതാണ്. ബൈൻഡിങ് ഏത് വിധത്തിലാണ് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ സ്കോപ്പിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഡൈനാമിക് സ്റ്റാറ്റിക്, അതുപോലെ ബൈൻഡിങ്ങിൻ്റെ കേസിൽ ദെയർ ഈസ് ഡീപ്പ് ബൈൻഡിങ് ആൻഡ് ഷാലോ ബൈൻഡിങ്. മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസിലെല്ലാം ഡീഫോൾട്ടായിട്ട് ഡീപ്പ് ബൈൻഡിങ് ആണ്. ഡൈനാമിക് സ്കോപ്പിംഗ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസിലെല്ലാം ഡീഫോൾട്ടായിട്ട് ഷാലോ ബൈൻഡിങ് ആണ്. വാട്ട് ഈസ് ഡീപ്പ് ബൈൻഡിങ്? നോക്കിക്കേ, ഇറ്റ് ബൈൻഡ്സ് ദ എൻവയോൺമെൻറ്റ് അറ്റ് എ ടൈം ദ പ്രൊസീജിയർ ഈസ് ഫസ്റ്റ് പാസ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഏത് സമയത്താണ് ബൈൻഡിങ് നടക്കുന്ന എൻവയോൺമെൻറ്റ്? അറ്റ് ദറ്റ് ടൈം എ പ്രൊസീജിയർ ഈസ് ഫസ്റ്റ് പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്. Okay, it takes the environment of the parent function. അപ്പോൾ environment of the parent function time when the procedure is first passed as an argument. Shallow binding എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നത്? at that time a procedure is actually called or dynamically, right? The procedure is actually called. ആ സമയത്താണ്. അപ്പോൾ റെഫറൻസിങ് എൻവയോൺമെൻറ്റ് രണ്ട് രീതിയിൽ ബൈൻഡ് ചെയ്യാം, ഡീപ്പ് ബൈൻഡിങ്ങും ഷാലോ ബൈൻഡിങ്. ഡീപ്പ് ബൈൻഡിങ് is strictly for statically scoped languages and shallow binding is for dynamically scoped languages. ഓക്കെ, വാട്ട് ഈസ് സ്റ്റാറ്റിക് സ്കോപ്പ്? ഡൈനാമിക് സ്കോപ്പ് അറിയാം, ഒന്നോടെ എഴുതിയേക്കുന്നു. RE റെഫറൻസിങ് എൻവയോൺമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെക്സിക്കൽ നെസ്റ്റിംഗ് ഓഫ് പ്രോഗ്രാം ബ്ലോക്സ് ഇൻ വിച്ച് ഇറ്റ്സ് നെയിംസ് ആർ ഡിക്ലെയർഡ്. ഡൈനാമിക് സ്കോപ്പ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഇൻ വിച്ച് ഡിക്ലറേഷൻസ് ആർ മെയ്ഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്കോപ്പ് റൂൾ നമ്മൾ പറയണത്? ആദ്യം റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ഡീപ്പ്. ദെൻ കോൾ ചെയ്യുന്നു, അതാണ് ഷാലോ. ഓക്കെ,
ഇനി ഡീപ്പ് ബൈൻഡിങ് ആൻഡ് ഷാലോ ബൈൻഡിങ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയേക്കണേ ആ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഡെഫിനിഷനോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ എക്സാമ്പിൾസ് നോക്കണം. ഓക്കെ, ഡൈനാമിക് സ്കോപ്പ് ആണെങ്കിൽ ലിസ്പ്, പിന്നെ നമ്മുടെ ഡീപ്പ് ബൈൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് നോക്കിക്കേ, ആൽക്കോളും പാസ്കൽ സോറി. ഇനി ഡീപ്പ് ബൈൻഡിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഡീപ്പ് ബൈൻഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോഷർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോഷർ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് ലെക്സിക്കൽ എൻവയോൺമെൻറ്റ്. ഈ ക്ലോഷർ ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഡീപ്പ് ബൈൻഡിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോഷർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ഫങ്ഷൻ ആൻഡ് ദ ലെക്സിക്കൽ എൻവയോൺമെൻറ്റ് വിതിൻ വിച്ച് ദാറ്റ് ഫങ്ഷൻ വാസ് ഡിക്ലെയർഡ്. അതാണ് ക്ലോഷർ എന്ന് പറഞ്ഞത്. സോ സബ് റുട്ടീൻ ക്ലോഷർ. ബിക്കോസ് ഇനിയിപ്പോൾ നമ്മൾ ഡീപ്പ് ബൈൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ കാണാൻ പോകുമ്പോൾ നമ്മൾ സബ് റുട്ടീൻസിനെ പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യുമ്പോൾ വി ആർ ക്രിയേറ്റിംഗ് എ ക്ലോഷർ. ആ ക്ലോഷറിൻ്റെ ബേസിസിലാണ് ദർ വിൽ ബി സ്റ്റാറ്റിക് സ്കോപ്പിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ബൈൻഡിങ്. വി ആർ ക്രിയേറ്റിംഗ് ഡീപ്പ് ബൈൻഡിങ് ബേസ്ഡ് ഓൺ ക്ലോഷർ. ഓക്കെ, ക്ലോഷർ എൻവയോൺമെൻറ്റിനകത്ത് ലോക്കൽ വേരിയബിൾസും കാണും അല്ലേ. The environment consists of any local variables that were in scope at the time the closure was created. So function lexical environment closure ഓർത്തിരിക്കണം. കണ്ടോ, ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നെ കേട്ടോ. ഇങ്ങനെയാണ് ഡീപ്പ് ബൈൻഡിങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും അത് മനസ്സിലായാൽ നമുക്ക് ഡീപ്പ് ബൈൻഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടും. ഹൗ ദാറ്റ് ബൈൻഡിങ് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലോഷർ. അത് കഴിയുമ്പോൾ നമ്മൾ ഈ സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ ഷാലോ ബൈൻഡിങ് ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക ഇതാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, ബൈൻഡിങ് എക്സാമ്പിൾ. 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. അതിനകത്തൊരു പ്രൊസീജിയറുണ്ട് എ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ബി എന്ന് പറഞ്ഞ പ്രൊസീജിയർ നെസ്റ്റ് ചെയ്തേക്കണം. ദെൻ മെയിനകത്ത് തന്നെ എയും സിയും ഉണ്ട് അല്ലേ. എക്കകത്ത് ബി എന്ന് പറയുന്ന സാധനം നെസ്റ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഇതിൻ്റെ ഒരു ബിഗിനിങ് നിങ്ങൾക്കറിയാമല്ലോ, ഇത് എക്സിക്യൂഷനാണ്. നമ്മൾ മെയിനിൽ നിന്നാണ് ബിഗിൻ ചെയ്തത്. താഴെ നോക്കിക്ക് തേർഡ് ലാസ്റ്റ് ലൈനിലും മെയിൻ കിടക്കുന്ന കണ്ടോ ബിഗിൻ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്, വി ആർ കോളിങ്. ആക്ച്വലി അതിൻ്റെ പുറത്തോട്ടല്ലേ പ്രൊസീജിയർ, എയുടെ പുറത്തോട്ട് മെയിനാണെന്ന് നമ്മളങ്ങ് ഗസ് ചെയ്ത് എഴുതിയിട്ടില്ല. ഇറ്റ്സ് എ മെയിൻ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ വലതുവശത്ത് ഒരു സ്റ്റാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്കിൽ ആദ്യം ഇരിക്കുന്ന മെയിൻ പ്രോഗ്രാമാണ്. ഓക്കെ, മെയിനിൽ നിന്നാണ് എന്ത് കോൾ ചെയ്തിരിക്കുന്നത്, എ എന്ന് പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലേസിൽ എന്തിനെ പ്ലേസ് ചെയ്ത് നമ്മൾ എ എന്ന് പറഞ്ഞ പ്രൊസീജിയർ എടുത്ത് വെച്ചു, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിം. അപ്പോൾ ആ എയുടെ സ്പെഷ്യാലിറ്റി കണ്ടോ, 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, 1ഉം C. അപ്പോൾ എന്താ സംഭവിക്കണേ, then when A is called, the procedure A will be executed with I is equal to 1 and P, where ഇവിടെ പ്രൊസീജിയർ P ആണ് മുകളിലുള്ളത്. അപ്പോൾ Pക്ക് പകരം ഇനി C ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യും, പ്രൊസീജിയർ Pക്ക് പകരം ഇപ്പോൾ നമ്മൾ C അല്ലേ വിളിച്ചത്, അതായത് ഐയുടെ സ്ഥാനത്ത് 1ഉമായി Pയുടെ സ്ഥാനത്ത് C. ദെൻ നമ്മൾ നേരെ Cയിലോട്ട് പോകും. ഇവിടെ സ്റ്റാറ്റിക് സ്കോപ്പിക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ഡീപ്പ് ബൈൻഡിങ് ആണ് പറയുന്നത്. സോ ആദ്യം A ആയിരുന്നു, A 1C വെച്ച് കോൾ ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയി. ദെൻ പ്രൊസീജിയർ P ഈസ് ഈക്വൽ ടു പ്രൊസീജിയർ C ആയി. ദെൻ വി ആർ മൂവിങ് ടുവേർഡ്സ് പ്രൊസീജിയർ C. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ബിഗിൻ ആൻഡ് എൻഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് എയിലോട്ട് തന്നെ വരും. എയിൽ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ദർ ഈസ് എ ഇഫ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ Pയിലോട്ട് പോകാനും, എൽസ് കേസിൽ എനെ തന്നെ എഗെയിൻ കോൾ ചെയ്യാനും വിത്ത് അനദർ പാരാമീറ്റേഴ്സ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പോൾ അത് ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 ഉണ്ടാകും. സോ എൽസ് കേസിൽ നമ്മൾ പോകും. അപ്പോൾ എനെ തന്നെ എഗെയിൻ വിളിക്കും. കണ്ടോ, സ്റ്റാക്കിൽ അടുത്തതും എ ആണ്, പക്ഷേ പാരാമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്. ഐയുടെ വാല്യൂ എത്രയായി, 2 ആയി. ദെൻ പ്രൊസീജിയർ ആരായി, ബി ആയി മാറി. ഓക്കെ, ഇപ്പോൾ പ്രൊസീജിയർ ബി അവിടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ നെക്സ്റ്റ് കേസിൽ നമ്മൾ ബിയിലോട്ട് പോകും. ബിയിലോട്ട് പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊസീജിയർ ബിയുടെ ആകെപ്പാടെ ചെയ്യാൻ പറഞ്ഞേക്കണേ ആ ഒരു ഐ എന്ന് പറഞ്ഞ സാധനം പ്രിൻറ്റ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണോ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഐയുടെ വാല്യൂ പ്രിൻ്റ് ആയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എയിലോട്ട് തിരിച്ചു പോരും. അപ്പോൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഐ 2 ആയി. ഓക്കെ, 2 എന്നല്ല കിടക്കുന്നത്, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയി. ദെൻ അഗെയിൻ പ്രൊസീജിയർ Pനെ വിളിക്കും. പ്രൊസീജിയർ Pനെ വിളിക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്, ബി അല്ലേ, ബി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ, അത് വാട്ട് ഈസ് എന്തായിരിക്കും ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്, 1 ആയിരിക്കും. അതെന്താ കാരണം, ബിക്കോസ് യു നോ യു ഡീലിംഗ് വിത്ത് ഡീപ്പ് ബൈൻഡിങ്. ഐയുടെ വാല്യൂ 1 ആണ്, 1 വരത്തുള്ളൂ അല്ലേ. ആദ്യമേ എ 1C വിളിച്ചു, ദെൻ പ്രൊസീജിയർ എയിലോട്ട് ചെന്നു, ദെൻ ഐ 1 ആയി, പി ഈസ് ഈക്വൽ ടു C ആയി. ദെൻ സിയിലോട്ട് ചെല്ലുന്നു, നമ്മൾ തിരിച്ചു വരുന്നു.
അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ, അതായത് ആ ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നത് തന്നെ 1 ആണ് അല്ലേ. സോ ഈ ഡീപ്പ് ബൈൻഡിങ് ആണ് ഈ എക്സാമ്പിൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കണ്ടോ, എക്സ്പ്ലനേഷൻ A1C is called from me, then C will be evaluated. Value of I is set to 1 and P is set to C, right? Now A will be evaluated. I not greater than 1 ആയതുകൊണ്ട് to Aനെ തന്നെ again കോൾ ചെയ്യുന്നു. then Aനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2ഉം B ആണ്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഏതാ വരുന്ന, B ആണ് നോക്കണ്ടേ. B ഇവാലുവേറ്റ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ എന്തായി, 1 ആയി. വാല്യൂ ഓഫ് ഐയുടെ വാല്യൂ നമ്മൾ എന്തായിരുന്നു, ആദ്യം 1 ആയിരുന്നു, പിന്നെ അതിന് 2 ആയി. ദെൻ P is set to B. ഓക്കെ, നൗ A will be evaluated. greater than 1 ആണ്. B is called which will print the value 1. അപ്പോൾ I is equal to 1 ആണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. കണ്ടോ, I നോട്ട് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, A to B again കോൾ ചെയ്തു, എന്നിട്ട് B ഇവാലുവേറ്റ് ചെയ്തു. വാല്യൂ ഓഫ് I സെറ്റ് ടു 1, വാല്യൂ ഓഫ് I സെറ്റ് ടു 2. ഓക്കെ, എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ Aനെ ഒന്നോടെ വിളിക്കും. വിളിച്ച് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ലെക്സിക്കലി നെസ്റ്റഡ് സ്കോപ്പാണ് നമ്മൾ നോക്കുന്നത്. ഡീപ്പ് ബൈൻഡിങ്ങിലാണെങ്കിൽ പോലും സോ ഐയുടെ വാല്യൂ 1 ആയിട്ടേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. കണ്ടോ, ആ ഡോട്ടഡ് ലൈനാണ് ഒരു ക്ലോഷർ കാണിക്കുന്നത്. നോക്കിക്കേ, മെയിൻ പ്രോഗ്രാമിൽ നിന്ന് C, അതായത് C ലിങ്ക് കൊടുത്തേക്കണം മെയിൻ പ്രോഗ്രാമിലോട്ട്, ബിന്ന് ലിങ്ക് വന്നേക്കണ കണ്ടോ, എയിലോട്ട് വന്നേക്കണ കണ്ടോ. സോ ആ ഒരു ക്ലോഷറാണ് ആ ഡോട്ടഡ് ലൈൻ വെച്ച് വെച്ചേക്കണം. അക്കോർഡിംഗ് ടു ആ ഒരു ക്ലോഷറിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മുടെ ഐയുടെ വാല്യൂ, 1, അതാണ് പ്രിൻറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? സോ ക്ലോഷർ ഈസ് ദ ഫങ്ഷൻ പ്ലസ് ഇറ്റ്സ് ലെക്സിക്കൽ എൻവയോൺമെൻറ്റ്. മനസ്സിലായോ? ആ കണക്ട് ചെയ്ത് പോകുന്നത്. ഇനി ഇത് ഷാലോ ബൈൻഡിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതുപോലെ തന്നെ മെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പ്രൊസീജിയർ എയിൽ ചെല്ലും. ഇപ്പോൾ I 1 ആയി, ദെൻ പ്രൊസീജിയർ C ആയി. പക്ഷേ ഈ കേസിൽ Cനെ നമ്മൾ ആക്ച്വലി കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ A തന്നെ കണ്ടിന്യൂ ചെയ്യും, എക്സിക്യൂഷൻ കണ്ടിന്യൂ. Cയിലോട്ട് പോകാണ്ട് A തന്നെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് Aയിൽ എന്താ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട, if കണ്ടീഷനിൽ ഇവിടെ ഇപ്പോൾ 1 അല്ലേ ഉള്ളൂ, അപ്പോൾ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എൽസ് കേസിൽ പോകുമ്പോൾ Aനെ അഗെയിൻ കോൾ ചെയ്യും. Aനെ അഗെയിൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, I is equal to 2 ആൻഡ് പ്രൊസീജിയർ P എന്താവും, B ആവും. പ്രൊസീജിയർ Bയിലോട്ട് വരും. പ്രൊസീജിയർ Bയിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, I is equal to എന്താവുന്നത്, ഓക്കെ, ഞാൻ പറഞ്ഞു if I greater than 1 ആകുമ്പോൾ നമ്മൾ Pയിലോട്ട് പോകണേ. എൽസ് കേസിൽ A 2, B അതാണ്. അതായത് ഇപ്പോൾ പ്രൊസീജിയർ Aയിലോട്ട് ചെല്ലുമ്പോൾ ഐയുടെ വാല്യൂ 2 ആയി, ദെൻ പ്രൊസീജിയർ P is equal to B ആയി. അപ്പോൾ A തന്നെ നമ്മൾ ഇനിയും കണ്ടിന്യൂ, കാരണം എക്സ്പ്ലിസിറ്റ്ലി കോൾ ആവണം. ഇത് കാരണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഷാലോ ബൈൻഡിങ് ആണ്. അപ്പോൾ എൽസ് കേസിൽ ചെന്നു, കാരണം ഇപ്പോൾ ഐയുടെ വാല്യൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ആദ്യം 1 ആയിരുന്നു, പിന്നെ ഇത് മാറി ഇപ്പോൾ 2 ആയിരിക്കും. അപ്പോൾ എൽസ് കേസിൽ ചെന്നപ്പം ഇഫ് കേസിൽ ചെന്നപ്പം എന്തായി, പ്രൊസീജിയർ Pനെ കോൾ ചെയ്യാൻ പറഞ്ഞു. പ്രൊസീജിയർ Pനെ കോൾ ചെയ്യാൻ പറഞ്ഞ പ്രൊസീജിയർ Pനകത്ത് ഇപ്പോൾ എന്താ ഉള്ളത്, B അല്ലേ. സോ നാച്ചുറലി റൈറ്റ് ന്യൂ ലൈൻ ഓഫ് I പ്രിൻ്റ് ആവും. ഈ കേസിൽ 2 ആണ് പ്രിൻ്റ് ചെയ്യുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ദ കറൻറ്റ് ആക്ട്. റീസെൻ്റ്ലി ബൗണ്ടഡ് വാല്യൂ ഓഫ് I 2 ആണ്. അതുകൊണ്ട് കണ്ടോ, ആദ്യം 1C കോൾ ചെയ്യുന്നു, മെയിനിൽ നിന്ന് A ഇവാലുവേറ്റ് ചെയ്യുന്നു. ആദ്യം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, നോട്ട് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 2B വിളിക്കുന്നു, പിന്നെ I 2 ആവുന്നു, B ആവുന്നു. പിന്നെ എഗെയിൻ Aയിലോട്ട് തിരിച്ചു വന്നാൽ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, Bനെ വിളിക്കും. Bനെ വിളിച്ച് കഴിയുമ്പോൾ ഈ I is equal to 2 എന്ന് പറയുന്ന റീസെൻ്റ്ലി ബൗണ്ടഡ് വാല്യൂ പ്രിൻ്റ് ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, മനസ്സിലാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഡീപ്പ് ബൈൻഡിങ്, ഷാലോ ബൈൻഡിങ് ആൻഡ് ക്ലോഷർ. പിന്നെ വേറെ എക്സാമ്പിൾസ് ഉണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ, അതും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കണം, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം എക്സ്പ്ലനേഷൻ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കണം അതിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് ഡീപ്പിൽ. അതായത് ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇഫ് ഇറ്റ് ഈസ് ഡീപ്പ് ബൈൻഡിങ് വി ആർ ഫോളോയിങ് ദാറ്റ് പാരാമീറ്റേഴ്സിനെ ലിങ്ക് ചെയ്ത് പോകുന്നു. പക്ഷേ ഷാലോ ബൈൻഡിങ് ആണെങ്കിൽ ആക്ച്വലി കോൾ ചെയ്താൽ മാത്രമാണ് അങ്ങോട്ട് കണക്ട് ചെയ്ത് പോകുള്ളൂ. അതുപോലെ മോസ്റ്റ് റീസെൻറ്റ് വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് പറഞ്ഞത് ഡൈനാമിക് ബൈൻഡിങ്. ഓക്കെ, ഡൈനാമിക് സ്കോപ്പ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് ക്ലാസ് വാല്യൂസ്. വാട്ട് ഈസ് ഫസ്റ്റ് ക്ലാസ് വാല്യൂസ്? നമുക്കൊരു പ്രോഗ്രാം എടുത്താൽ 3 ആയിട്ട് തിരിക്കാം വാല്യൂസിനെ. ഫസ്റ്റ് ക്ലാസ് വാല്യൂസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് വാല്യൂസ് ഉണ്ട്, തേർഡ് ക്ലാസ് വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് വാല്യൂസിൻ്റെ സ്പെഷ്യാലിറ്റി ക്യാൻ ബി പാസ്ഡ് ആസ് എ പാരാമീറ്റർ റിട്ടേൺ ഫ്രം എ സബ് റൂട്ടീൻ അസൈൻ ടു എ വേരിയബിൾ, എക്സാമ്പിൾ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. സെക്കൻഡ് ക്ലാസ് ആണ് ഇത്രയും നേരം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഒൺലി വി ആർ പാസിങ് സബ് റൂട്ടീൻസ് ഓർ എക്സെട്ര ആസ് പാരാമീറ്റേഴ്സ്, ബട്ട് വി ആർ നോട്ട് റിട്ടേണിങ് ഓർ അസൈനിങ്. ഓക്കെ, തേർഡ് ക്ലാസ്സിൽ പാസ് ചെയ്യാനേ പറ്റില്ല എക്സാമ്പിൾ ലേബിൾസ്. ഓക്കെ, ലേബിൾസ്
ഈ ഒരു ആൽക്കഹോളിനെ സംബന്ധിച്ച് സെക്കൻഡ് ക്ലാസ് ആണ് ഈ ലെവൽസ്. ഓക്കെ, ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ഫസ്റ്റ് ക്ലാസ് വാല്യൂസ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സാമ്പിൾ വി ആർ പാസിങ് എ ഫസ്റ്റ് ക്ലാസ് വാല്യൂ, ദാറ്റ് ഈസ് വി ആർ പാസിങ് എ സബ് റൂട്ടീൻ ആൻഡ് വി ആർ അഗെയിൻ റിട്ടേണിങ് അനദർ സബ് റൂട്ടീൻ. അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്ലാസ് വാല്യൂ എന്താണെന്ന് അറിയാനൊരു ഇൻട്രോ ആണിത്. ഓക്കെ, ഈ ഫസ്റ്റ് ക്ലാസ് വാല്യൂ ഫോളോ ചെയ്യുന്നത് ലാംഗ്വേജസ് C#, ഫോർട്രാൻ. സെക്കൻഡ് ക്ലാസ് വാല്യൂസ് ആണെങ്കിൽ അതർ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ്, നിങ്ങൾക്ക് അറിയപ്പെട്ട ഏത് വേണമെങ്കിലും പറയാം. തേർഡ് ക്ലാസ് ആണെങ്കിൽ അഡ 83, അത് നോക്കണം. തേർഡ് ക്ലാസ് അഡ ആൻഡ് ഫസ്റ്റ് ക്ലാസ് വാല്യൂസ് ഈസ് ഇൻ ഫോർട്രാൻ, മോഡുല 2, 3, C++. സെക്കൻഡ് ക്ലാസ് വാല്യൂസ് ഇൻ ജാവ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ പറയണം. ഇനി നമ്മൾ ഇതുവരെ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ക്ലാസ് സബ് റൂട്ടീൻസ്. ഫസ്റ്റ് ക്ലാസ് സബ് റൂട്ടീൻസ് വരുമ്പോൾ വരുന്ന വ്യത്യാസം ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലോഷറുണ്ട്. ഓക്കെ, ആക്ച്വലി എഫ് ഈസ് ദ ക്ലോഷർ ഹിയർ. ഇത് സ്കീമിലാട്ടോ എഴുതിയേക്കണേ, കണ്ടോ. ലെറ്റും ലെറ്ററൊക്കെ ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ, ഓക്കെ, ഈ ലെറ്റ് വെച്ച് നമ്മൾ എഫ് എന്ന് പറഞ്ഞ ന്യൂ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നോക്കിക്ക്, അനദർ ഫംഗ്ഷൻ ഓർ അനദർ സബ് റൂട്ടീൻ ഇസ് +x വിത്ത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് 2 ആൻഡ് അനദർ ആർഗ്യുമെൻറ്റ് 3. ഓക്കെ, ദെൻ +x നോക്കൂ, അതിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സും ആൻഡ് ഓൾസോ ആൻ അനോണിമസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് അനോണിമസ് ഫംഗ്ഷൻ, ഇത്രയാണ് അതിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ എഫ് +x കോൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം ഒരു അനോണിമസ് ഫംഗ്ഷൻ അവിടുന്ന് അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് വാല്യൂസ്. പാസിങ് എ സബ് റൂട്ടീൻ ആൻഡ് ഇസ് റിട്ടേണിങ് ഇറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ നമ്മൾ +x കൂടെ 2 പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എക്സ് 2 പിക്കപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 3 പാസ് ചെയ്യുമ്പോൾ y പിക്കപ്പ് ചെയ്യും 3. ഫൈനലി ഔട്ട്പുട്ട് വരുമ്പോൾ എന്താ, അനോണിമസ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 2 + 3 ദാറ്റ് ഇസ് 5. കണ്ടോ, ആ ഒരു ക്ലോഷർ, ഈ ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ചേക്കുന്നതാണ് അതിൻ്റെ ആ ക്ലോഷർ എന്ന് പറയുന്നത്. മെയിൻ പ്രോഗ്രാം, അതിനകത്ത് എഫ് ഉണ്ടായി. ആ എഫ് +x വിളിച്ചു. ആദ്യം x = 2 ആയി, മീൻസ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തപ്പം. ദെൻ ദർ ഈസ് ആൻ അനോണിമസ് ഫംഗ്ഷൻ. ഓക്കെ, അനോണിമസ് ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യാൻ ദർ മസ്റ്റ് ബി എ y. ഓക്കെ, ദെൻ ആ അനോണിമസ്, അതായത് ഈ ANON എഴുതിയേക്കുന്നതാണ് അനോണിമസ് ഫംഗ്ഷൻ, അത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ആ ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യാൻ വി നീഡ് 2 ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ y = നമുക്ക് 2 ആർഗ്യുമെൻറ്റ് പാസും ചെയ്തിട്ടുണ്ട്. x2, നെക്സ്റ്റ് ടേണിൽ y = 3. ഈ അനോണിമസ് ഫംഗ്ഷൻ്റെ ഒരു പേരൻറ്റ്, അതായത് ആ ഡാർക്കൺ ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ലിങ്കാണ്. അപ്പോൾ അത് പേരൻറ്റിലോട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ ഈ അനോണിമസ് ഫംഗ്ഷനും എവിടെ ലിങ്ക്ഡാണ് ഈ +x. സോ എപ്പോൾ വൈക്കും കൂടെ വാല്യൂ കിട്ടുന്നോ ഈ അനോണിമസ് ഫംഗ്ഷനും കൂടെ ഈ +x വരും. ദാറ്റ് ഈസ് 2 + 3 എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും ഔട്ട്പുട്ടായിട്ട്. അതായത് ഫസ്റ്റ് ക്ലാസ് വാല്യൂസ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. എഫ് +x വിളിക്കുന്നു, 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണു. ആ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു അനോണിമസ് ഫംഗ്ഷൻ്റെ ആണ് റിസൾട്ട് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കിട്ടണത്. ഓക്കെ, ദെൻ അൺലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞു വേണം ലോക്കൽ ഒബ്ജക്ട്സ് അതിൻ്റെ സ്കോപ്പ് തീരുമ്പോൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് ലീവ്ഡ് ക്ലോഷേഴ്സിന് ഡാംഗ്ലിംഗ് റെഫറൻസ് പ്രോബ്ലം വരും. അതായത് RE, അതായത് റെഫറൻസ് എൻവയോൺമെൻറ്റ് ലോങ് ലീവ്ഡ് ക്ലോഷേഴ്സിൻ്റെ ബേസിൽ ഉണ്ടാക്കിയേക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ വേരിയബിൾസ് ഇല്ലാണ്ടായ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ഡാംഗ്ലിംഗ് റെഫറൻസസ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഉണ്ടാക്കി വെക്കുക, ലോക്കൽ ഒബ്ജക്ട്സിനാണെങ്കിലും ഏത് ഒബ്ജക്റ്റ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇൻ കേസ് നമുക്കിപ്പോൾ GC ഗാർബേജ് കളക്ടർ പറയുകയാണെങ്കിൽ ഓക്കെ ഇതിൻ്റെ ഒരു ആവശ്യം കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതർവൈസ് അൺലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് വെച്ച് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക, അത് പരമാവധി ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യുക. സോ ദർ ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡീപ്പ് ബൈൻഡിങ് ഷാലോ ബൈൻഡിങ് നമ്മൾ പഠിക്കണം ബൈൻഡിങ് ഓഫ് റെഫറൻസ് എൻവയോൺമെൻറ്റിലാണ്. ഡീപ്പ് ബൈൻഡിങ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം വി ആർ ഫോളോയിങ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആൻഡ് ഓൾസോ ഓക്കെ ബേസ്ഡ് ഓൺ ദ ക്ലോഷേഴ്സ്. ഇനി ഷാലോ ബൈൻഡിങ് ആണ് എൻറ്റയർലി ഡൈനാമിക് ബൈൻഡിങ്ങിൻ്റെ ആ ഒരു ബേസിൽ. പിന്നെ പറഞ്ഞ ഒരു കാര്യം ഓക്കെ വാട്ട് ഈസ് ഫസ്റ്റ് ക്ലാസ് വാല്യൂസ്, what is the difference between second class and first class values. Okay, we can have a binding with first class values also. Then what is the difference? ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ എന്ത് റിട്ടേൺ ചെയ്ത് വരുന്നത് അനദർ സബ് റൂട്ടീൻ, അനദർ ഫംഗ്ഷനാണ്. പിന്നെ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് അൺലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഇൻ RE റെഫറൻസിങ് എൻവയോൺമെൻറ്റ്, അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇനി അടുത്തൊരു ഇഷ്യൂ വന്നത് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ് റൂട്ടീൻ ക്ലോഷേഴ്സിനെ പറ്റിയാണ്. ക്ലോഷർ ആയിരുന്നു, സബ് റൂട്ടീൻ ക്ലോഷേഴ്സിനെ പറ്റിയാണ്.
പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ലാംഗ്വേജിന് വേണ്ടി വി ആർ കൺസിഡറിങ് വാട്ട് ഒബ്ജക്റ്റ് ക്ലോഷേഴ്സ് ഓർ ഫങ്ഷൻ ക്ലോഷർ ഓർ ഫങ്ക്ടർ, അങ്ങനെയാണ് അതിന് പറയണേ. ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, നമ്മുടെ ജാവ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്, ഇൻറ്റു ഫങ്ഷൻ, പിന്നെ ഒരു ക്ലാസ് ഉണ്ട് +x, ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻറ്റു ഫങ്ക് ഓക്കെ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താ, വി ആർ ക്രിയേറ്റിംഗ് എഫ്, ദാറ്റ് ഈസ് എ ക്ലോഷർ, റൈറ്റ്? ഓർ object closure, f is an object closure here, not a subroutine closure, it is an object closure. We are creating in func, f is an object closure, okay? Based on that object closure, we are what, accessing or passing parameters, and we are returning, we are getting the final output. So closure is created as object closure. So interface, class, ബാക്കി അതർ തിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതിനകത്ത് ന്യൂ ആയിട്ട് വരുന്ന സാധനം എന്താണ്, ഒബ്ജക്റ്റ് ക്ലോഷേഴ്സ്. സോ ദിസ് ഈസ് ഇറ്റ്, ദാറ്റ് ഈസ് ദ ബൈൻഡിങ് ഓഫ് റെഫറൻസ് എൻവയോൺമെൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡീപ്പ് ബൈൻഡിങ്, ഷാലോ ബൈൻഡിങ് വിത്ത് ആൻ എക്സാമ്പിൾ. ദെൻ വാട്ട് ഈസ് ക്ലോഷർ, then what is the importance of unlimited extent, and also what is the importance of object closure with an example. All things with an example, അതാണ് വേണ്ടത്. എക്സാമ്പിൾ വെച്ച് പഠിക്കണം. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വേണം. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, എന്നാലാണ് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ